സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മറുപടി നൽകിയിരിക്കുകയാണ് മന്ത്രി. സംവാദം എങ്ങനെ ഒഴിയാം എന്നതിന് കാരണം കണ്ടുപിടിക്കുകയാണ് ചെന്നിത്തലയും സതീശനുമെന്നും ആരോപണം ഉന്നയിച്ച് ഓടി ഒളിക്കുന്നത് മര്യാദയല്ല എന്നും മന്ത്രി രാജേഷ് പരിഹസിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മറ്റേയാൾ വരുമെന്ന് പറയുന്നത് ശരിയല്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ചെന്നിത്തലയും സതീശനും ആരോപണം ഉന്നയിക്കാൻ മുന്നിലാണ്. ആരോപണം ഉന്നയിച്ച രണ്ടുപേരും കാണാമറയത്തിരിക്കുന്നത് ശരിയല്ല എന്ന് രാജേഷ് പറയുകയാണ്. സംവാദത്തിന് 3 പേരും വരുന്നതിൽ വിരോധമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കർണാടകയിൽ 45 ഡിസ്റ്റിലറിയുടെ വിപുലീകരണത്തിന് അനുമതിയായ കാര്യവും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇക്കാര്യം അറിഞ്ഞു എന്നറിയില്ല എന്നും അവിടെയാവാം ഇവിടെ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ LDF കൺവീനർ മുൻപ് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് എന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ എക്സൈസ് മന്ത്രി രാജേഷുമായി സംവാദത്തിന് പാലക്കാട് VK ശ്രീകണ്ഠനെ നിയോഗിക്കുന്നു എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായാണ് രാജേഷ് വന്നത്. പകരം ആളെ അയക്കാൻ ഇത് മാമാങ്കമല്ലല്ലോ എന്ന് രാജേഷ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുകയായിരുന്നു. ആരോപണം ഉന്നയിച്ചവർ ചർച്ചയ്ക്ക് വരട്ടെ എന്നും ഒപ്പം ക്കും വരാമെന്നും രാജേഷ് ഫേസ്ബുക്കിലൂടെ പറയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവുമായോ മുൻ പ്രതിപക്ഷ നേതാവുമായോ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് എന്നായിരുന്നു രാജേഷ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി സതീശന് ആരോപണവുമായി രംഗത്ത് വരികയായിരുന്നു. ഇരുവരും മത്സരിച്ച് ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുകയായിരുന്നു. സംവാദത്തിന് ഇവരിൽ ആരെങ്കിലും വരുന്നതല്ലേ മര്യാദ? ഞങ്ങൾക്ക് പകരം വേറെ ഒരാളെ അയക്കാം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ഇവർ രണ്ടുപേരും ഇവർ നിയോഗിക്കാം എന്ന് പറയുന്ന ആളും ഒരുമിച്ച് വരട്ടെ, അതിനും വിരോധമില്ല എന്ന് രാജേഷ് വ്യക്തമാക്കുകയായിരുന്നു. പ്രതിപക്ഷം വികസന മുകടക്കികളാണ് എന്നും രാജേഷ് രൂക്ഷ ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അപവാദം പ്രചരിപ്പിച്ചാൽ നാടിന് ഗുണമുള്ള കാര്യത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. മദ്യക്കമ്പനി വരുമ്പോൾ നിരവധി പേർക്ക് ജോലി ലഭിക്കുമെന്നും മന്ത്രി രാജേഷ് പറയുന്നുണ്ടായിരുന്നു. എലപ്പുള്ളിയിൽ CPM രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം.